പാലക്കാട് കഞ്ചിക്കോട്ട് വൻകിട മദ്യനിർമ്മാണശാല അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ടിട്ടുള്ളതാണ്. വാർത്താസമ്മേളനം നടത്തി വി ഡി സതീശനോടും രമേശ് ചെന്നിത്തലയോടും മത്സരിക്കാനില്ലെന്നും കോൺഗ്രസിന് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി. എന്തെല്ലാം തെറ്റായ ആഖ്യാനങ്ങളാണോ കേരളത്തെ കേന്ദ്രീകരിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത്, അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനി കേരളത്തിൽ അവരുടെ പ്ലാന്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ തന്നത്. അപേക്ഷ നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് സർക്കാർ അതിന് ശരിയായ രീതിയിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം അനുമതി നൽകി. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അത്രയും സുതാര്യമായ രീതിയിൽ നടന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന വിവാദം വെറും രാഷ്ട്രീയ ലാഭം മാത്രം വെച്ചുകൊണ്ടാണ്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നാളെ സഭയിൽ ബ്രൂവറി ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഹാഷ്മി, എല്ലാം സുതാര്യമാണെന്ന് വിശദീകരിക്കാൻ എക്സൈസ് മന്ത്രി ശ്രമിക്കുമ്പോഴും പ്രതിപക്ഷം അത് പക്ഷേ വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇക്കാര്യത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. അഴിമതിയുടെ പ്രശ്നം മാത്രമല്ല, അതിലൊരു പാരിസ്ഥിതിക പ്രശ്നം അടക്കമുണ്ട്. അതിലാകെ പുകമുറയാണ്. അതായത് വിദേശ മദ്യ നിർമ്മാണശാലയും ബ്രൂവറിയും ഒക്കെ പാലക്കാട് കഞ്ചിക്കോട് എലപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ആ പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക പ്രത്യേകതകൾ, അവിടെ അവിടെ വരൾച്ചയടക്കം ഉണ്ടാകുന്ന ഒരു മേഖല, ആ മേഖലയുടെ പ്രത്യേകത, ഒപ്പം ഈ ഒരു കമ്പനിക്ക് വളരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് ലഭ്യമാകുന്നു. നേരത്തെ കൃത്യമായ ചട്ടങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് സുതാര്യമായ അപേക്ഷ പരിഗണിച്ച് അംഗീകാരം നൽകിയതാണ്, അതൊരു നിക്ഷേപമാണ് എന്നൊക്കെ മന്ത്രി വാദിക്കുമ്പോഴും ഈ കാര്യത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. മറ്റൊന്ന്, അവിടുത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. സർക്കാർ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ തന്നെ ജവാൻ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിച്ചിരുന്നെങ്കിലും അത് അവിടുത്തെ ജലക്ഷാമം എന്ന സാധ്യതയൊക്കെ പരിഗണിച്ച് അത് പിന്നീട് നടക്കാതെ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടെയാണ് ഇക്കാര്യത്തിലൊരു കമ്പനി തന്നെ, ഒരു സ്വകാര്യ കമ്പനി തന്നെ വരുന്നു. അതിന് ടെൻഡർ നൽകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ വീഴ്ചയുണ്ടായി. അതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നതാണ്. നേരത്തെയും ബ്രൂവറി വിഷയം സർക്കാരിന് പ്രതിസന്ധിയായതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, ഇതേ പിണറായി സർക്കാരിൻ്റെ കാലത്ത്. അതുകൊണ്ട് തന്നെ ഇത് നിയമസഭയിൽ ഒരു പ്രധാനപ്പെട്ട ആയുധമാക്കി മാറ്റാം എന്ന് ഇതിനകം പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എക്സൈസ് മന്ത്രി സഭയിൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. പ്രതിപക്ഷം അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാക്കും. കാര്യമായ മറുപടി യഥാർത്ഥത്തിൽ എക്സൈസ് മന്ത്രി പറഞ്ഞില്ല. എങ്ങനെ ആ കാര്യങ്ങളെ സഭയിൽ വിശദീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രതിപക്ഷത്തെ പരിഹസിക്കുകയും സുതാര്യമാണെന്ന് പറയുകയും ചെയ്യുമ്പോഴും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. സഭയിൽ മറുപടി പറയും എന്നാണ് മന്ത്രി പറയുന്നത്. ഓക്കെ, സജോ ദേവസ്വം, പ്രത്യേകിച്ച് ഈ കമ്പനിയെ പറ്റിയൊക്കെയുള്ള ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഭൂഗർഭം ജലം ചൂഷണം ചെയ്യൽ മാത്രമല്ല, ആ ജലത്തെ മലിനമാക്കിക്കൂടി ചെയ്യും എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിന് മറുപടി പറഞ്ഞാൽ മതിയാവും.